ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും താരമൂല്യമുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് പിണറായി വിജയൻ എന്ന CPM-ന്റെ പടനായകനാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറും പിണറായി വിജയൻ തന്നെ. പിണറായി വിജയന് ഗുണവും പിണറായി വിജയന്റെ ദോഷവും ഈ മുന്നണിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ജയപരാജയങ്ങളെ തീരുമാനിക്കാൻ പോവുകയാണ്. പിണറായി വിജയൻ പാർട്ടിയെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ശേഷിയുള്ള ഒരു പ്രതിഭാസമായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂർ നിൽക്കുന്നു. എന്താണ് പിണറായി വിജയന്റെ ഈ മേൽക്കൈക്കും ഈ കുഴപ്പങ്ങൾക്കും പിന്നിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു ഓരോന്നോരോന്നായി. ഒന്ന്, കഴിഞ്ഞ 10 വർഷമായി ഒരു തരത്തിലുള്ള എതിർസ്വരങ്ങളുമില്ലാതെ നിലനിൽക്കുന്ന പാർട്ടിയിലെ സർക്കാരിലെ മുന്നണിയിലെ അധികാര സ്വരം. സർക്കാരും പാർട്ടിയും ഒരാളായി മാറും. അതെ. 2, LDF-ന്റെ സ്റ്റാർ ക്യാമ്പയിനറാണ്. അതായത് LDF-ന് മറ്റൊരു മുഖമില്ല, പ്രധാനപ്പെട്ട മുഖം. ബാക്കിയെല്ലാം സെക്കൻഡറി ലെയറിലേ വരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനം. 3, ഗെയിൽ, ദേശീയപാത മുതലായ പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം ഉരുക്കുപുഷ്ടിയെന്നോ രാഷ്ട്രീയ ഇച്ഛാശക്തിയെന്നോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം, അതിലൂടെ നടപ്പിലാക്കിയ നേതാവ്. വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന മുദ്രാവാക്യം ആവർത്തിക്കുന്നത്. അതെ, വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നയാൾ. ഇനി 4, സാമുദായിക നേതാക്കളുമായുള്ള അടുത്ത ബന്ധം. അത് ഏത് മതവിഭാഗങ്ങളുടെ സാമുദായിക നേതാക്കളുമായും അദ്ദേഹം വോട്ട് എവിടെയാണോ അവിടെ അദ്ദേഹം ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുവരെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സാമുദായിക എല്ലാവരുമായി ബന്ധമുണ്ടാക്കാൻ ഒരു നേതാവിനും, അത് കാന്തപുരമായാലും പാലാ ബിഷപ്പായാലും. BJP-യുമായി സന്ധി എന്ന പ്രതിപക്ഷ ആക്ഷേപം, ആഭ്യന്തര വകുപ്പിന്റെ തുടർ പരാജയങ്ങൾ. ഇവിടെയാണ് പിണറായി വിജയന്റെ ചില കുഴപ്പങ്ങളിലേക്ക് തുടങ്ങുന്നത്. മുണ്ടെടുത്ത മോദി എന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടെ വളരെ വ്യാപകമായി വന്നൊരു പ്രചാരമാണ്. മുണ്ടെടുത്ത മോദി നമുക്കറിയില്ല, പക്ഷേ ഡൽഹിയിൽ വലിയ പിടിയാണ്. പക്ഷെ ആ ഒരു ആക്ഷേപം നേരിടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പോപ്പുലറായ LDF നേതാവ് എന്ന ഒരു പ്രതിച്ഛായ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും പോളറൈസിംഗ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. എക്സാക്ട്ലി. കാരണം പിണറായി വിജയൻ ഇഷ്ടമുള്ളവർക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്, അദ്ദേഹത്തെ വെറുപ്പുള്ളവർക്ക് വലിയ വെറുപ്പാണ്. ഇതിനിടയ്ക്ക് ഒരു മിഡിൽ പാത്തില്ല. അതാണ് പ്രശ്നം. പോളറൈസിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതെ. അടുത്തത്, യെസ്, ഇതാണ് പിണറായി വിജയൻ തന്നെ. അടുത്തത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളത് ഗ്രാഫിക്സിൽ വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ പിണറായി വിജയൻ കേരളം മനസ്സിൽ ചിന്തിക്കുമ്പോൾ പിണറായി വിജയൻ അങ്ങ് ശൂന്യാകാശത്ത് കാണും. അതനുസരിച്ചുള്ള നീക്കങ്ങൾ, ഈ രാഷ്ട്രീയ കുശാഗ്രബുദ്ധി, ദീർഘവീക്ഷണം, പൊളിഞ്ഞാലും പൊളിഞ്ഞില്ലെങ്കിലും ഒരു 2 മുഴം നീട്ടിയെറിയാനുള്ള ഒരു വല്ലാത്ത കഴിവും പിണറായി വിജയനുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം. ക്ഷേമ പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എക്സാക്ട്ലി. പിണറായി വിജയൻ ഒരു നോക്ക്. പക്ഷെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജെയിംസ്, ഈ 4 വർഷം, ഈ 1 വർഷത്തിന് മുമ്പ് വരെ പിണറായി വിജയൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല നേതാവ്, അടുത്ത മുഖ്യമന്ത്രി ആരാകണം, കേരളത്തിലെ ഏറ്റവും ഊർജ്ജസ്വലനായ വ്യക്തി, ഇതെല്ലാം ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, പിണറായി വിജയൻ. പക്ഷെ കഴിഞ്ഞ 1 വർഷത്തിനിടെ ഈ അഭിപ്രായം പതുക്കെ മാറുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ സമയത്ത് തന്നെയാണ്, അത് പാർലമെന്റ് ഇലക്ഷന് ശേഷമാണ് ഈ കാര്യത്തിൽ ഒരു ചെറിയ മാറ്റം വന്നു തുടങ്ങിയതും ഇപ്പോൾ അത് വലിയ മാറ്റമായി വരുന്നതും. VD സതീശനെ പോലുള്ള നേതാക്കൾ പിണറായി വിജയനെയും കടന്ന് ചില അഭിപ്രായ സർവേകളിലെങ്കിലും മുമ്പേ വരുന്നത് ഇതുവരെ കേരളത്തിൽ. മാത്രമല്ല, പിണറായി വിജയന്റെ ഫാൻ ബേസിൽ ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. ആ ഇളക്കത്തിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണം. 2, ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പ്രതികരണം. ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. ഈ ശബരിമലയിലെ കാര്യത്തിൽ അത് വളരെ ജയിക്കും, ഉറപ്പായിട്ടും ഗോൾ അടിക്കും എന്ന് തോന്നുന്ന സമയത്ത് ഔട്ടാകുന്നത്, അല്ല റൺസ് എടുക്കുമെന്ന് തോന്നുമ്പോൾ ഔട്ടാകുന്നത് എത്ര കഷ്ടമാണെന്ന് പറയുന്നത് സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിലും ജീവിതത്തിലും നടപ്പിലായ ഏറ്റവും ഒരേ ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വലിയ പരിപാടി നടത്തി. NSS-ഉം SNDP-യും കേരളത്തിലെ നമ്പൂതിരി മുതൽ നായാടി വരെ എല്ലാവരും സത്യത്തിൽ ഒരുമിപ്പിച്ചത് പിണറായി വിജയനായിരുന്നു. ഒരൊറ്റ കൊടിക്കീഴിൽ ശബരിമലയിൽ അവിടെ നിന്ന് പൊട്ടാൻ തുടങ്ങിയിട്ട് ഇനി താഴെ വരെ തദ്ദേശം വരെ വന്ന ആ പൊട്ടൽ നിന്നു എന്നുള്ളതാണ്. ഇനി അത് നിയമസഭയിൽ പൊട്ടുമോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.